ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കേവർക്കും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം വീക്ഷണം എന്നതാണ്. രണ്ട് മനുഷ്യർ ഒരു റൂമിൽ നിന്നുകൊണ്ട് ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ കാണുന്നത്. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ആ വീട്ടിൻ്റെ വെളിയിൽ കാണുന്നത് സമുദ്രമാണ്. ഒരാൾ അതിലെ തിരമാലകൾ കണ്ട് ഭയപ്പെടുന്നു, മറ്റേയാൾ സമുദ്രത്തിന് അപ്പുറം ചക്രവാളത്തിന് മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളെ കണ്ട് സന്തോഷിക്കുന്നു. ഇവിടെ നാം കാണുന്നത് വീക്ഷണമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കാഴ്ചപ്പാടാണ് നാം കാണുന്നത്. ഒരാൾ തിരമാലകൾ കണ്ട് ഭയപ്പെടുന്നു, അടുത്തയാൾ നക്ഷത്രങ്ങളെ കണ്ട് സന്തോഷിക്കുന്നു. നമുക്ക് തിരുവചനത്തിലൂടെ വീക്ഷണം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള ഭാഗത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശൗൽ യേശുവിൻ്റെ വിളിയിൽ പരിശുദ്ധനായ പൗലോസായി മാറുന്നു. അവന് ഉണ്ടായ കഷ്ടതയിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെയും അവൻ ദൈവത്തെ, യേശു ക്രിസ്തുവിനെ മുറുക്കി പിടിക്കുന്ന ആ ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. 2-ാമത്തെ ഭാഗം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 35-ാം വാക്യം നമുക്ക് ഒന്ന് നോക്കാം. അതിൽ പ്രകാരം പറയുന്നു: അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിക്കുവാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ നാം കാണുന്നത് യാക്കോബിനെ, അതായത് ഇസ്രായേലിനെയാണ് കാണുന്നത്. ദൈവത്തെ നേരിൽ കണ്ടവൻ, അവൻ ദുഃഖിക്കുന്നു. വീക്ഷണം. നമുക്ക് ഇങ്ങനെയുള്ള ചില വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഉണ്ടാകുന്നതായ അവസരത്തിൽ നാം നമ്മുടെ സർവശക്തനെ മറന്നിട്ട് ആ ദുഃഖത്തിൽ ആഴ്ന്ന് അതിൽ നാം വളരെ വിവശരായി മാറുന്ന ഒരു ഭാഗം ഇവിടെ വേദഭാഗം നമ്മോട് പറയുന്നു. അടുത്തത് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യൗസേപ്പ് ഇല്ല, ശിമയോൻ ഇല്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറയുന്നു. ഇവിടെയും യാക്കോബ് തൻ്റെ ദൈവമായ കർത്താവിനെ മറന്നിട്ട് അവൻ ദുഃഖത്തിൽ ആഴുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള ഭാഗത്ത് പറയുന്നത്: അപ്പോൾ ഒരു പുരുഷൻ ഉഷസാവുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയാൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞ ഭാഗമാണ് നാം ഈ വേദഭാഗത്ത് കാണുന്നത്. അതായത് ദൃഢനിശ്ചയം നമുക്ക് ആ യാക്കോബിനെ പോലെ ഉണ്ടെങ്കിൽ, ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ യാചിക്കുന്നതായ ആ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ അവൻ നമുക്ക് തരുന്നതായ കൃപാവരങ്ങൾക്ക് വേണ്ടി നാം അവനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും കൂടെ ചെയ്യുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല എന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. ഇനിയും ഒരു ഭാഗം കൂടെ നോക്കാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ
ലേഖനം 8-ാം അധ്യായം 38-39 എന്താണ് പറയുന്നത് നോക്കാം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്ന ഭാഗമാണ്, ആ ഉറപ്പാണ്, ആ കെട്ടുറപ്പാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. ആ വിശ്വാസം നമുക്കുണ്ടോ എങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നത് ദൈവത്തിൽ നിന്നും ഓടിപ്പോകുന്നവന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നാം കാണുന്നത്. നമുക്ക് അവനിൽ നിന്നും ഓടി ഒളിക്കാൻ പറ്റില്ല എന്നുള്ള വിവരം നാം കൃത്യമായി മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് അകലുവാൻ സാധിക്കാതെ വരും. അവൻ നമ്മളെ അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് നാം അവനിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി അവനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിനായി നാം നോക്കേണ്ട ഒരു വേദഭാഗം കൂടി പറഞ്ഞ് എൻ്റെ ഇന്നത്തെ ഈ പ്രഭാതവചനം ഇവിടെ അവസാനിപ്പിക്കാം. 112-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെയുള്ള ഒരു ഭാഗം നമുക്കൊന്ന് നോക്കാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ആയതിനാൽ നമുക്ക് യഹോവയെ സ്തുതിച്ച് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. നമ്മൾ ഭാഗ്യമുള്ളവരായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നാണ് 128-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം പറയുന്നത്. ആ ഭാഗ്യാവസ്ഥയിലേക്ക് നമുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നാം സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവശക്തി നമ്മോടൊപ്പം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഈ ലോക ജീവിതം, അതായത് ബാക്കിയുള്ള ഈ ലോക ജീവിതം വിശ്വാസത്തോടുകൂടി ജീവിക്കുവാനും സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ വിശ്വാസത്തോടുകൂടി ബാക്കിയുള്ള ജീവിതം നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ആത്മീയമായി നമുക്ക് ഈ ലോക ജീവിതം മുഴുവിപ്പിക്കാൻ സാധിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.